ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശ്യാമയെ കാണാൻ അരുന്ധതി വാസുദേവന്റെ വീട്ടിലേക്ക് വന്നു. വാസുദേവൻ അരുന്ധതിയെ കണ്ടതും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് ടെൻഷനോടെ നിൽക്കുകയാണ് വാസുദേവൻ. അവിടേക്ക് ദേവകിയും ജയന്തിയും വന്ന് നോക്കുന്നു. അരുന്ധതി അകത്തേക്ക് കയറി വന്നു. അവരുടെ മുന്നിൽ നല്ല പിള്ളയായി സംസാരിക്കുകയാണ് അരുന്ധതി. എന്താ എല്ലാവരും പേടിച്ചു നിൽക്കുന്നത് പോലെ? വീട്ടിൽ വന്ന ആളിനോട് ഒന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞൂടെ? കരാറിനെ കുറിച്ച് പറയാൻ വന്നെന്നാണോ വിചാരിച്ചത്? ഞാനെന്താ അത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവളാണോ? ശ്യാമയ്ക്കൊരു അത്യാഹിതം വന്നതറിഞ്ഞ് ഒന്ന് അന്വേഷിക്കാൻ വന്നതാ എന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു, പക്ഷെ ഒരു കാര്യം, കരാറിന്റെ കാര്യത്തിൽ ശ്യാമ കാണിച്ചത് മഹാമോശപ്പെട്ട പ്രവൃത്തിയായിപ്പോയി. അരുന്ധതി പറയുന്നു, എന്ത് മോശപ്പെട്ട പ്രവൃത്തി? ഒന്നുമില്ല, അതൊക്കെ ഓരോരുടെ സാഹചര്യം അനുസരിച്ച് സംഭവിച്ചു പോകുന്നതാ. ഞാൻ ഇപ്പൊ വന്നതേ ശ്യാമയെ ഒന്ന് ആശ്വസിപ്പിക്കാനാണ്. ശ്യാമയുടെ അത് കേട്ട് വാസുദേവൻ പറയുന്നു, സത്യം പറഞ്ഞ ഇപ്പഴാ ഒരു സമാധാനമായത്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ദേവകിയും ചോദിക്കുന്നു. ഒന്നും വേണ്ട എന്ന് അരുന്ധതിയും. മോളെ ശ്യാമയെ എന്ന് വാസുദേവൻ വിളിച്ചപ്പോൾ അരുന്ധതി പറയുന്നു, വേണ്ട, ശ്യാമയെ വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. അങ്ങനെ അരുന്ധതി ശ്യാമയെ കാണാൻ ശ്യാമയുടെ മുറിയിലേക്ക് പോകുന്നു. ആ സമയം ശ്യാമ കണ്ണനെ തൊഴുതുകൊണ്ട് നിൽക്കുമായിരുന്നു. പിറകിൽ നിന്നും അരുന്ധതി കൃഷ്ണതുളസി എന്ന് വിളിക്കുന്നു. ഒരു ഞെട്ടലോടെ ശ്യാമ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കൃഷ്ണതുളസി പ്രാർത്ഥിക്കാണല്ലേ? പ്രാർത്ഥിച്ചോളൂ കൃഷ്ണതുളസി, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോൾ ശ്യാമ ആംഗ്യത്തിലൂടെ കാണിക്കുന്നു. കൃഷ്ണതുളസി എന്ന് വിളിച്ചത് എന്തിനാണെന്നോ? അരുന്ധതി പറയുന്നു, നിനക്കറിയില്ല അല്ലേടി ഞാൻ എന്തിനാ കൃഷ്ണതുളസി എന്ന് വിളിച്ചതെന്ന്? നാവ് അരിയുക എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ കാലത്തെ ശിക്ഷാരീതിയാണ്. വേഗം പഠിക്കാൻ അർഹതയില്ലാത്തവർ അത് ചെയ്താൽ നാവ് അരിഞ്ഞു കളയുമായിരുന്നത്രേ. അരുന്ധതി ആ ശിക്ഷാവിധിയാണ് നടപ്പിലാക്കിയത്. പാട്ട് പാടാൻ യോഗ്യതയില്ലാത്തവരുടെ നാവ് അരിയുക, നിന്റെ ശബ്ദം ഇല്ലാണ്ടാക്കിയത് ഞാൻ തന്നെയാടി ഈ അരുന്ധതി. അത് കേട്ട് ശ്യാമ ഞെട്ടി നിൽക്കുന്നു. എന്റെ ശബ്ദം നിങ്ങളാണോ എന്ന് ശ്യാമ വീണ്ടും ആംഗ്യത്തിലൂടെ ചോദിക്കുന്നു. അതേടി, എന്നെ ചതിച്ച നിന്റെ നാവ് ഇനി ഉയരാൻ പോകുന്നില്ല. നിന്റെ പാട്ട് ജീവിതത്തിന് ഞാൻ പട്ടട ഒരുക്കിയടി. അത് കേട്ടതും ശ്യാമ ആകെ തകർന്ന് അമ്മയെയും അഖിൽ സാറിനെയും ഒക്കെ വിളിക്കുന്നു. ആരെ വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. നിലവിളിച്ച് അച്ഛനെയും അമ്മയും അറിയിക്കാൻ പോവാണോ? വിളിക്ക്, നിലവിളിക്ക്, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അരുന്ധതിയുടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കുകയാണ് ശ്യാമ. കഴുത്തിനെ നന്നായി അമർത്തുന്നു. പെട്ടെന്ന് അതുപോലെ തിരിച്ചും അരുന്ധതി ചെയ്യുന്നുണ്ട്. അരുന്ധതി ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. നീ എന്നെ തോൽപ്പിച്ച് കളയാന്ന് കരുതി അല്ലേടി എന്ന് പറഞ്ഞ് ശ്യാമയുടെ കരണത്ത് മടിച്ചു അരുന്ധതി. നോക്ക്, എന്റെ മകൾക്ക് ഭീഷണിയാകുന്ന ആരെയും എന്തിനേയും ഞാൻ വെട്ടിവീഴ്ത്തും. ഇന്ന് നിന്റെ ശബ്ദമേ ഇല്ലാതാക്കിയിട്ടുള്ളൂ, നാളെ നിന്നെ തന്നെ ഇല്ലാതാക്കും. കൃഷ്ണതുളസിയുടെ പാട്ട് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് സംശയമായിരുന്നു അത് നിന്റെ ശബ്ദം അല്ലേന്ന്. ഞാനത് നിന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോഴേക്കെ നീ തന്ത്രത്തിൽ അത് ഒഴിഞ്ഞു മാറി. പക്ഷെ എന്റെ നിഴൽ നിന്റെ പിറകെ ഉണ്ടെന്ന് നീ അറിഞ്ഞില്ല. കൊടുക്ക്, സൺഷൈൻ കമ്പനിക്ക് കൃഷ്ണതുളസിയുടെ പുതിയ ആൽബം കൊടുക്ക്, കാണട്ടെ. ഇത് നീയായിട്ട് ചോദിച്ചു വാങ്ങിയ വിധിയാണ്. പക്ഷെ നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ഒരു അവസരം തരാം. ശബ്ദം നഷ്ടപ്പെടുത്തിയതുപോലെ അത് തിരിച്ചു കിട്ടാനും ഒരു വഴിയുണ്ട്, ഒരു മറുമരുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ ആ മറുമരുന്ന് കിട്ടും. നിനക്ക് ഞാൻ ആ മരുന്ന് തരാം. നിന്റെ ശബ്ദം തിരിച്ചു കിട്ടും. നിനക്ക് വീണ്ടും പാടാം. പക്ഷെ നീ പാടുന്നത് വിസ്മയ്ക്ക് വേണ്ടിയാകണം. അത് കേട്ട് ശ്യാമ ഞെട്ടലോടെ അരുന്ധതിയെ നോക്കുന്നു. നിനക്ക് വേണ്ടി നീ ഇനി പാടരുത്, കുറച്ചുകൂടി വ്യക്തമായ കരാർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പേഴ്സിൽ നിന്നും ഒരു പത്രം എടുത്ത് ശ്യാമയെ കാണിക്കുകയാണ് അരുന്ധതി. ഇതിൽ നീ ഒപ്പിട്ട് തന്നാ മതി. എഴുതി ചേർക്കേണ്ടത് ഞാൻ എഴുതി ചേർത്തോളാം. നീ ഒപ്പിട്ട് കഴിഞ്ഞ് ഈ കരാറ് രജിസ്റ്റർ ചെയ്യോ, മറുമരുന്നും തരും. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഇനി അങ്ങോട്ട് ഒറ്റ കെട്ടായിട്ട് പോകാം. ജഗനും ഞാനും ചേർന്നുള്ള പുതിയ മ്യൂസിക് കമ്പനിയുടെ കാര്യം നീ അറിഞ്ഞല്ലോ. അതിലൂടെ ആൽബങ്ങൾ ഇറക്കാം. കൃഷ്ണതുളസി യഥാർത്ഥത്തിൽ വിസ്മയാണെന്ന് ലോകത്തോട് പറയാം. സ്റ്റേജ് പ്രോഗ്രാം കുറച്ചിട്ട് ആൽബങ്ങളുടെ എണ്ണം കൂട്ടാം. സ്റ്റുഡിയോയിൽ നിന്ന് പാടുമ്പോൾ സ്റ്റേജിൽ പാടുന്ന റിസ്ക് ഇല്ലല്ലോ. എന്ത് പറയുന്നു ശ്യാമേ? ഇതെല്ലാം കേട്ട് ശ്യാമ ഒരു ബുക്കും പേനയും എടുത്തിട്ട് അതിൽ ഒരു കാര്യം എഴുതി, ഇറങ്ങിപ്പോയെന്ന്. അത് അരുന്ധതിയെ കാണിക്കുകയാണ് ശ്യാമ. അത് വായിച്ച ശേഷം ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുകയാണ് അരുന്ധതി. പുച്ഛത്തോടെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊന്നും നീ വിശ്വസിച്ചില്ല. നിന്റെ ശബ്ദം ഇല്ലാതാക്കിയത് ഞാനാണെന്ന് പറഞ്ഞത് വെറുതെ ആണെന്നാണോ നീ വിചാരിച്ചത്? നോക്ക്, നിനക്ക് ശബ്ദം തിരികെ കിട്ടണമെങ്കിൽ എന്നെ അനുസരിക്കണം. ശ്യാമ ആംഗ്യത്തിലൂടെ ചില കാര്യങ്ങളും പറയുന്നു. നിന്റെ ദൈവവും നിന്റെ ഭർത്താവും കൂടി ശബ്ദം തരുമെന്നാണോ നീ പറയുന്നത് എന്ന് അരുന്ധതി ശ്യാമയുടെ ആംഗ്യത്തിലൂടെ മനസ്സിലാക്കി. വീണ്ടും ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് പറയുകയാണ് ശ്യാമ. നമുക്ക് കാണാടി, നിനക്ക് ശബ്ദം കിട്ടുന്നതേ നമുക്ക് കാണാം എന്ന് വളരെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അരുന്ധതി അവിടെ നിന്ന് പോയി. ശേഷം വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ. പരീക്ഷിച്ചത് മതിയായില്ലേ ദേവ? അരുന്ധതി പറഞ്ഞത് സത്യമാണോ? അതോ ഇനി എന്നെ പേടിപ്പിക്കാനും വശത്താക്കാനും വേണ്ടിയാണോ?
ഞാൻ എന്തായാലും ആരെയും അറിയിക്കുന്നില്ല. ഇപ്പോ ഇത് പറഞ്ഞ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാം. കുറച്ചു ദിവസം കൂടി നോക്കിയിട്ട് ഒക്കെ പറയാം. നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ശ്യാമ. ശേഷം കാണിക്കുന്നത് അരുന്ധതി പോയി കണ്ട ആ വൈദ്യൻ മറ്റു മരുന്നുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. അഖിൽ സ്ഥലം കണ്ടെത്തി അവിടെ എത്തിയിരിക്കുന്നു. ആരാ എന്താ എന്നൊക്കെ വൈദ്യൻ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു, ഞാൻ വൈദ്യനെ ഒന്ന് കാണാൻ എത്തിയതാണ്. എനിക്കൊരു മരുന്ന് വേണം. എന്ത് മരുന്നാ വേണ്ടത് എന്ന് വൈദ്യൻ ചോദിക്കുന്നുണ്ട്. ഒരാളെ ഒന്ന് ഒതുക്കണം, ആള് വലിയ ശല്യമാണ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വൈദ്യർ പറയുന്നു, അത് സാറ് പോലീസ് സ്റ്റേഷനിൽ പറയണം. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കറിയാം വൈദ്യന്റെ കയ്യിൽ ആ മരുന്നുണ്ടെന്ന്. ആളെ ഊമയാക്കുക, കൈയും കാലും സ്തംഭിക്കുക, തളർത്തിക്കിടത്തുക, അങ്ങനെ എനിക്ക് അതൊന്നും അറിയില്ല. വല്ല ഒടിവോ ചലവോ വാതരോഗങ്ങളോ അതിനുള്ള മരുന്നേ എന്റെ കയ്യിലുള്ളൂ എന്ന് വൈദ്യർ പറയുന്നു. പെട്ടെന്ന് അഖിൽ പോക്കറ്റിൽ നിന്നും കുറച്ച് കാശെടുത്ത് വൈദ്യന്റെ കയ്യിൽ കൊടുത്തു. ചിരിച്ചുകൊണ്ട് വൈദ്യൻ ചോദിക്കുന്നു, സാറിന് എന്ത് മരുന്നാണ് വേണ്ടത്? ഒരാളെ ഒന്ന് ഊമയാക്കണം എന്ന് വെച്ചാൽ വർത്തമാനം പറയരുത്, നാവ് സ്തംഭിപ്പിക്കണം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വൈദ്യർ പറയുന്നു, മരുന്ന് തരാം, എനിക്ക് കുഴപ്പമൊന്നും വരരുത്. ഏയ് ഒരു കുഴപ്പവും വരില്ല വൈദ്യരെ, ധൈര്യമായിട്ട് തന്നോളൂ എന്ന് അഖിലും. ഈ മരുന്ന് കൊടുക്കേണ്ട ആള് ആണാണോ അതോ പെണ്ണാണോ എന്ന് വൈദ്യൻ ചോദിച്ചപ്പോൾ പെണ്ണാണ് വൈദ്യരെ എന്ന് അഖിലും. അങ്ങനെ മരുന്ന് എടുക്കുകയാണ് വൈദ്യർ. ഈ കാഴ്ച കളയാനും കാല് പോകാനും മരുന്നുണ്ടല്ലേ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വൈദ്യൻ പറയുന്നു, എല്ലാത്തിനും മരുന്നുണ്ട്. ആ മരുന്ന് റെഡിയാക്കി അഖിലിന്റെ കയ്യിൽ കൊടുക്കുകയാണ് വൈദ്യർ. ഇതെങ്ങനെയാ കൊടുക്കേണ്ടത് എന്ന് അഖിൽ ചോദിച്ചപ്പോൾ വൈദ്യർ പറയുന്നു, പാലിൽ ചേർത്ത് കൊടുത്താൽ മതി. സന്ധ്യ കഴിഞ്ഞു വേണം കൊടുക്കാൻ. ഇത് പാലിൽ ചേർക്കുമ്പോ പാലിന്റെ നിറം മാറില്ലേ എന്ന് അഖിൽ ചോദിക്കുന്നു. ഇല്ല, പാല് വെളുത്ത് തന്നെ ഉണ്ടാകും എന്ന് വൈദ്യനും. അപ്പോ അങ്ങനെയാണല്ലേ കാര്യം, എന്നാ നമുക്ക് പോയാലോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ എങ്ങോട്ട് എന്ന് വൈദ്യൻ പറയുന്നു. ആ മരുന്ന് അവിടെ വെച്ചതിന് ശേഷം വൈദ്യന്റെ തോളിൽ തട്ടി അഖിൽ പറയുന്നു, വൈദ്യൻ വരൂ, നമുക്ക് പോകാം. എങ്ങോട്ട് പോകാനാ താൻ പറയുന്നത് എന്ന് അഖിലിന്റെ കൈയെടുത്ത് മാറ്റിയിട്ട് വൈദ്യൻ ചോദിക്കുന്നു. ദേഷ്യത്തോടെ അഖിൽ പറയുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് വൈദ്യനെ അടിക്കുകയാണ് അഖിൽ. ദ്രോഹി, എന്റെ ശ്യാമയുടെ ശബ്ദം കളഞ്ഞ ദുഷ്ട, തന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അഖിൽ പറയുകയും അടിക്കുകയും ചെയ്യുന്നു. വൈദ്യൻ പറയുന്നു, സാറേ എന്നോട് ക്ഷമിക്കണം. കുറച്ചു ദിവസം മുമ്പേ നീ മരുന്ന് കൊടുത്തിരുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം കളയാൻ. എന്റെ ഭാര്യയായിരുന്നടാ അത്, എന്റെ ശ്യാമ. പറയൂ, ആരാ നിനക്ക് മരുന്ന് വാങ്ങാൻ തന്നത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അതെനിക്ക് അറിയില്ല സാർ എന്ന് കരഞ്ഞുകൊണ്ട് വൈദ്യൻ പറയുന്നു. പറയടാ, നിനക്ക് അറിയില്ലല്ലേ? നിന്റെ ജീവിതം മുഴുവനും ഇനി നീ ജയിലിലാണ്. ഇനി നീ ആരെയും ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യില്ല എന്ന് പറഞ്ഞ് അഖിലിന്റെ കാറിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് അഖിൽ വൈദ്യനെ. അതിനിടയിൽ, സാറേ എന്നെ ഒന്നും ചെയ്യില്ലേ സാറേ, വിട്ടേക്ക് സാറേ, എന്നെ വിട്ടേക്ക് സാറേ എന്നൊക്കെ വൈദ്യൻ പറയുന്നു. ഒടുവിൽ വൈദ്യൻ പറയുന്നു, സാറേ എന്നെ വിട്ടേക്ക്, ഞാൻ മറുമരുന്നുണ്ടാക്കി തരാം. അത് കേട്ടപ്പോൾ അടി നിർത്തി അഖിൽ വീണ്ടും ചോദിക്കുന്നു, എന്ത് മരുന്ന? ശബ്ദം ഇല്ലാതാക്കിയതുപോലെ ശബ്ദം തിരിച്ചു കിട്ടാനും മരുന്നുണ്ട് സാറേ. സാർ എന്നെ വിട്ടയച്ചാൽ ഞാൻ മരുന്നുണ്ടാക്കി തരാം എന്നും അയാൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അഖിൽ ഒന്ന് വിശ്വസിച്ചിരുന്നു. പെട്ടെന്ന് അഖിലിനെ തള്ളി മാറ്റി വൈദ്യൻ അഖിലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടി. പിറകെ അഖിൽ ഓടിയെങ്കിലും വൈദ്യനെ കിട്ടിയില്ല. വളരെ നിരാശയോടെ അഖിൽ കാറിൽ വന്ന് കയറുന്നു. കാർ എടുത്തു പോയത് ആ ക്ഷേത്രത്തിലേക്കാണ്. അഖിലും ശ്യാമയും ഇടയ്ക്ക് പോകാറുള്ള അന്ന് അഖിൽ ശ്യാമയ്ക്ക് വേണ്ടി കയ്യിൽ കർപ്പൂരം കത്തിച്ച അതേ ക്ഷേത്രത്തിൽ. അവിടെ പോയി വളരെ ദേഷ്യത്തോടെ പറയുന്നു, നീയാണോ ദൈവം? ദൈവമെന്ന് വെച്ചാലേ രക്ഷകനാ, നല്ലവരുടെ രക്ഷകൻ, നന്മയെ രക്ഷിക്കുന്നവൻ. നീ ദുഷ്ടരെയാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കള്ള വൈദ്യനെ നീ രക്ഷിച്ചു. ഇത്രയ്ക്ക് ക്രൂരത ഞങ്ങളോട് കാണിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? പാവം ശ്യാമ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് തന്നെ നിന്നെ പൂജിക്കാനായിട്ടാ. ആരൊക്കെയോ പറയുന്നത് കേട്ടോ, ദൈവം ശ്യാമയെ പരീക്ഷിക്കുന്നതാണെന്ന്. ശ്യാമ എന്താ പരീക്ഷണ വസ്തുവാണോ? നിങ്ങളൊന്നും ദൈവങ്ങളല്ല, പ്രതിമകളാണ്, പ്രതിമകൾ മാത്രം. അന്ന് എന്റെ ശ്യാമയെ കാണാതായപ്പോൾ അന്ന് ഈ ദൈവത്തിന് മുന്നിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ചു. അതൊക്കെ മണ്ടത്തരമായിരുന്നെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. ദൈവം എന്ന് പറയുന്ന ഒരാളില്ല, അത് ഉറപ്പാണ്. അതുണ്ടായിരുന്നെങ്കിൽ എന്റെ ശ്യാമയ്ക്ക് ഇങ്ങനെ ഒരു ദുഃഖം സഹിക്കേണ്ടി വരില്ലായിരുന്നു. എങ്ങനെ സാധിച്ചു? അവളുടെ ശബ്ദം തിരിച്ചെടുക്കാൻ എത്ര മന്ത്രങ്ങളാ അവൾ നിങ്ങൾക്ക് വേണ്ടി ജപിച്ചത്? ശ്യാമയോട് നിങ്ങൾ കാണിച്ച ഈ ക്രൂരത കാരണം ഞാൻ എന്റെ വിശ്വാസം അവസാനിപ്പിക്കുന്നു. ഇല്ലാത്ത ഒരാളെ വെറുതെ പൂജിച്ച് സമയം കളയുന്നത് എന്തിനാ? ദൈവമുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഏതെങ്കിലും രൂപത്തിൽ കിട്ടുമായിരുന്നു. പെട്ടെന്നതാ ഒരു മയിൽപീലി വന്ന് അഖിലിന്റെ ദേഹത്ത് കൂടി താഴെ വീണു. മുകളിലേക്ക് നോക്കുന്നുണ്ട് അഖിൽ. എന്നിട്ട് താഴേക്ക് നോക്കിയപ്പോൾ ഒരു മയിൽപീലി അവിടെ കാണുന്നു. ആ മയിൽപീലി അഖിലെടുത്ത് എറിയാൻ തുടങ്ങിയപ്പോൾ, സാറേ ആ മയിൽപീലി എറിഞ്ഞു കളയരുതേ എന്ന് പറഞ്ഞ് കണ്ണൻ അവിടെ എത്തി.
കണ്ണൻ അഖിലിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുന്നു, എന്റെ കയ്യിൽ നിന്ന് പറന്നു പോയതാ ഈ മയിൽപീലി, ദാ കൊണ്ടുപോ നിന്റെ മയിൽപീലി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആ മയിൽപീലി കണ്ണന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് അഖിൽ. സാറ് ഒരു സ്റ്റുഡന്റ് സാറാണല്ലോ എന്നെ കണ്ണൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അഖിൽ പറയുന്നു, നോക്ക് ഭ്രാന്തിന്റെ വക്കിലെടുത്ത് എത്തി നിൽക്കുകയാണ്, കലിപ്പൻ തന്നെയാണല്ലോ എന്ന് കണ്ണൻ പറയുന്നു. വേണ്ട, നീ എന്നോട് സംസാരിക്കണ്ട കണ്ണ, നിന്നെ ഞാൻ ഉപദേശിക്കാണ്. അമ്പലത്തിൽ ദൈവങ്ങൾക്ക് പൂ കെട്ടിക്കൊടുത്ത് ജീവിക്കുന്നവനല്ലേ നീ പോയി രക്ഷപ്പെടാൻ നോക്ക്. നിനക്കൊരു ആപത്ത് വന്നാൽ ഈ ദൈവങ്ങൾ നിന്നെയും കൈവിട്ട് കളയും എന്ന് അഖിൽ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നു, അതിന് ഞാൻ ദൈവത്തെ പൂജിക്കുന്നത് ബലത്തിന് വേണ്ടിയല്ലല്ലോ സാറേ, ഇങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അത് കൈക്കൂലി കൊടുക്കും പോലെ ആവില്ലേ സാറേ. ദൈവം ആരെയും ഉപദ്രവിക്കാതെ ഒരിടത്തിരിക്കുന്നു, നമ്മളല്ലേ അങ്ങോട്ട് ചെന്ന് ഓരോ വാക്ക് കൊടുക്കുന്നത്. പരീക്ഷയിൽ ജയിപ്പിച്ചാൽ പായസം തരാം, കല്യാണം കഴിപ്പിച്ചാൽ തുലാഭാരം, അസുഖം മാറ്റിയാൽ മുഴുക്കാപ്പ്. അപ്പോഴും ദൈവം മിണ്ടാതിരിക്കല്ലേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് പേരുദോഷം ദൈവത്തിനും. അതൊക്കെ പോട്ടെ, ഇപ്പോ ഇവിടെ പ്രശ്നം എന്താ? അഖിൽ പറയുന്നു, ശ്യാമയുടെ ശബ്ദം പോയതാണെന്ന്. ശ്യാമേച്ചിക്ക് ഇതുവരെ ശബ്ദം കിട്ടിയില്ലേ സാർ എന്നെ കണ്ണൻ ചോദിച്ചപ്പോൾ വിഷമത്തോടെ ഇല്ല എന്ന് അഖിൽ പറയുന്നു. ഈ ഒരു അവസ്ഥയിൽ സാറിന് ദേഷ്യം തോന്നാമെന്ന് കണ്ണൻ. നിനക്കറിയല്ലോ കണ്ണ, ഈശ്വര ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ, എന്നിട്ടാണ് ഈശ്വരൻ ശബ്ദം ഇല്ലാണ്ടാക്കിയത്. ദേഷ്യം വരില്ലേ കണ്ണ? എന്റെ സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സാറ് ഇപ്പൊ ദൈവത്തിനോട് ചൂടാവുന്നു, ആ ചൂടാവലിന് ഒരു കാരണമുണ്ട് ഇല്ലേ? ഞാൻ സാറിന്റെ അടുത്ത് വന്നതിനും ഒരു കാരണമുണ്ട്. ഈ മയിൽപ്പീലി എടുക്കാനാ ഞാൻ വന്നത് അല്ലേ? അങ്ങനെയാകുമ്പോ ദൈവം കാണിക്കുന്നതിനും എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ? സാറ് കുറച്ചു മുന്നേ ദൈവത്തിനോട് ചൂടായി ദൈവം കരഞ്ഞില്ലെന്ന്. അത് കേട്ട് അഖിൽ പറയുന്നു, അല്ല നീ അതെങ്ങനെ കേട്ടു? നീ പിന്നീടല്ലേ വന്നത്? ഞാൻ അവിടെ നിൽക്കുമായിരുന്നു, സാറ് പറഞ്ഞതെല്ലാം കേട്ടു. ഞാൻ എല്ലാം കേൾക്കുന്ന ആളാണെന്ന് സാറിനോട് പറഞ്ഞിട്ടില്ലേ എന്ന് കണ്ണൻ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, ഏതായാലും നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടി. പക്ഷേ ശ്യാമയുടെ ശബ്ദം. കണ്ണൻ പറയുന്നു, അതല്ലേ സാറ്, അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഒക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ചോദിക്കും, ചേച്ചി ഒരു പരീക്ഷണ വസ്തുവാണോ എന്ന്. ഞാനത് പറയുമ്പോ നീ എവിടെ എന്ന് വീണ്ടും സംശയത്തോടെ കണ്ണൻ ചോദിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു ശ്യാമേച്ചി മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ പരീക്ഷണ വസ്തുവാണ് സാറേ. ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൽ പണ്ഡിതന്മാരുടെ പ്രഭാഷണം നടക്കും, അവിടെ കേട്ടതാണ് പറഞ്ഞത്. നീ പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമോ കണ്ണ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നു, പക്ഷേ സാർ അഗ്നിപ്രവേശ പൂജ ചെയ്യണം. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിൽ. ആ കാഴ്ച മനസ്സിൽ ആലോചിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.